കാസർഗോഡ് ജില്ലയിലെ പര്യടനം ഇന്നലെ പൂർത്തിയാക്കി കണ്ണൂർ ജില്ലയുടെ അതിർത്തിയിൽ വെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ ജാഥയെ കണ്ണൂരിലേക്ക് ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ഒരു ജനകീയ മുന്നേറ്റം ഞങ്ങൾക്ക് ഈ ജാഥയിൽ ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. പയ്യന്നൂരിലെ പരിപാടി ധീര രക്തസാക്ഷി ധനരാജൻ്റെ ജീവിത പങ്കാളി ഉൾപ്പെടെ രക്തസാക്ഷിത്വത്തിൻ്റെ കേന്ദ്രഭൂമിയായ ഒരു മണ്ഡലമാണ് പയ്യന്നൂർ മണ്ഡലം. കരുവള്ളൂരിൻ്റെയും മുണിയംകുന്നിൻ്റെയും ഓറോം ഉൾപ്പെടെയുള്ള നിരവധി പോരാട്ട വീഥികളിൽ സ്വയം ജീവിതം സമർപ്പിച്ച രക്തസാക്ഷികളുടെ പിന്മുറക്കാർ ജാഥയ്ക്ക് നൽകിയ സ്വീകരണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആവേശത്തോടുകൂടിയായിരുന്നു ഞങ്ങൾ അനുഭവിച്ചത്. പയ്യന്നൂരിലെ പാർട്ടി പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻകരുത്തോടുകൂടി മുന്നോട്ടേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ച സ്വീകരണ പരിപാടിയായിരുന്നു അവിടെ ഉണ്ടായത്. കണ്ണൂരിലേക്ക് ഇന്നലെ പ്രവേശിച്ച് ഇന്ന് കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ 3 മണ്ഡലങ്ങൾ ഈ മേഖലയിൽ കഴിഞ്ഞാൽ പിന്നെ ഇരിട്ടിയിലേക്കാണ്, പേരാവൂരിലേക്കാണ് യാത്ര. ഇന്ന് വൈകുന്നേരം പേരാവൂരിലാണ് സമാപിക്കുക. കേന്ദ്ര ബജറ്റിനെതിരെയുള്ള വലിയ രോഷപ്രകടനമാണ് കേരളത്തിലുടനീളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര നയത്തിനെതിരായി ജനങ്ങൾ വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുകയാണ്. കരിങ്കൊടി ഉയർത്തിക്കൊണ്ട് പ്രകടനം നടത്താനുൾപ്പെടെ ഇപ്പോൾ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെയുള്ളവർ തയ്യാറാവുന്നു. കേരളത്തെ പൂർണ്ണമായിട്ടും അവഗണിച്ച ഈ ബജറ്റിനെതിരെ വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വരുമ്പോൾ ഈ അവഗണനയ്ക്കെതിരായി കാര്യമായ ഒരു പ്രതിഷേധവും പാർലമെൻറ്റിൻ്റെ അകത്തോ പുറത്തോ നടത്തുന്നതിന് കേരളത്തിലെ UDF, കോൺഗ്രസും ലീഗും ഉൾപ്പെടെയുള്ള വിഭാഗം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ബജറ്റ് ദിനത്തിൽ സാധാരണ പ്രതികരണത്തിനപ്പുറം BJPയെ ശക്തിയായിട്ട് എതിർക്കാനോ കേരളത്തിലെ മാധ്യമങ്ങൾ കാട്ടിയ രീതിയിലെങ്കിലും ശക്തിയായി വിമർശനം ഉന്നയിക്കാനോ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് ശരിയാണ്. സംസ്ഥാന സർക്കാരാണ് ഈ അവഗണനയ്ക്ക് പിന്നിൽ എന്ന കണ്ടെത്തലാണ് ലീഗ് മുന്നോട്ടേക്ക് വെച്ചത്. എന്ന് പറഞ്ഞാൽ BJPയെയും BJP ഗവൺമെൻറ്റിനെയും വിമർശിക്കാനില്ല എന്ന കൃത്യമായ തീരുമാന പ്രഖ്യാപനമാണ് കുഞ്ഞാലിക്കുട്ടി നടത്തിയത്. കേന്ദ്ര ബജറ്റിലെ അവഗണനയെക്കുറിച്ച് ഒന്നും പറയാതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭയിൽ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അവർ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ട് പറയുന്നതിനപ്പുറത്ത് ഈ വിഷയം പറയാനേ തയ്യാറില്ല അസംബ്ലിയിൽ എന്നുള്ളതാണ് അവരുടെ നിലപാട്. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ BJPയെ സഹായിക്കുക എന്നുള്ളതാണ് UDFൻ്റെ അടിസ്ഥാനപരമായ സമീപനം. BJP ആണെങ്കിൽ കേരളത്തെ പരിഹസിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. കേരളത്തെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഒന്നും നൽകുന്നില്ല എന്ന് മാത്രമല്ല, ആകെ ആമമുട്ടയും മാത്രം നൽകിയിട്ട് അതിൻ്റെ പരിപാടി മാത്രം പറഞ്ഞിട്ട് കേരളത്തെ അപമാനിച്ചതിന് പുറമെ നമുക്കെതിരായി BJPയും BJP മന്ത്രിമാരും ശക്തിയായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് വാരിക്കോരി കൊടുത്തു എന്ന്. അതാണ് വലിയ വിചിത്രമായ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. വാരിക്കോരി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ മന്ത്രിയാണെങ്കിൽ കൂടുതൽ പരിഹാസ്യമായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ശ്രീധരൻ്റെ അതിവേഗ റെയിൽപാത കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമുണ്ടോ എന്ന ചോദ്യം ഇന്നലെ പത്രക്കാരനെ ഞങ്ങളോടൊക്കെ ചോദിച്ചതാണ്. ഉണ്ടോ എന്ന ചോദ്യം
റെയിൽവേ വകുപ്പ് മന്ത്രിയോട് തന്നെ ചോദിക്കുകയുണ്ടായി. എന്നാൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അതിനും മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. കേരളത്തിന് അതിവേഗ പാത അനിവാര്യമാണെന്ന് പറയാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി തയ്യാറാണോ എന്ന ചോദ്യത്തിനും എത്രയോ കാലമായി കേരളം പറയുന്നതല്ലേ, എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന ചോദ്യത്തിനും അനിവാര്യമായ അതിവേഗ പാതക്ക് അനുമതി നൽകുന്നില്ല എന്ന പരാതി ഉന്നയിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അത്ര അതിവേഗ പാത കേരളത്തിന് വേണമെന്നില്ല എന്നാണ് മന്ത്രി പ്രതികരിച്ചത്. അപ്പോൾ പറഞ്ഞു ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ അതിവേഗ പാത കോറിഡോർ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത്ര വേണ്ടതില്ല എന്ന നിലയാണ് കേരളത്തെ സംബന്ധിച്ച്. എന്ന് പറഞ്ഞാൽ പരമാവധി അവമാനിക്കുക എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചുള്ള സ്ഥിതി. ശ്രീധരൻ ഇപ്പോൾ ഇന്നലെയാണ് പൊന്നാനി ഇതിൻ്റെ ഓഫീസ് തുടങ്ങുമെന്ന് പറഞ്ഞു. അത് സ്വാഭാവികമായിട്ടും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗം എന്നല്ലാതെ ഇന്നലെ പോലും അതിനെപ്പറ്റി ഒരക്ഷരം പറയാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി പോലും തയ്യാറാവാത്ത കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ശ്രീധരൻ്റെ പരിപാടിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രി അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകാരം നൽകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഇരട്ട ചുങ്ക പ്രശ്നത്തിൻ്റെ മേലെ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രതികരണമൊന്നും കാര്യമായിട്ട് വന്നില്ലെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ പറഞ്ഞത് റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തി എന്നാണ്. യഥാർത്ഥത്തിൽ ആദായകരമായിട്ടുള്ള എണ്ണ ലഭിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. അതുകൊണ്ടാണ് കമ്പനികൾ റഷ്യക്ക് വേണ്ടി ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ റഷ്യയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഞങ്ങൾ റഷ്യയോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ധരിക്കുകയും വേണ്ട. കാരണം റഷ്യ മുതലാളിത്ത റഷ്യ തന്നെയാണ്. അല്ലാണ്ട് പഴയ സോവിയറ്റ് റഷ്യയൊന്നുമല്ല, മുതലാളിത്ത റഷ്യ തന്നെയാണ്. ആ റഷ്യയിൽ നിന്ന് നമുക്ക് ക്രൂഡ് ഓയിൽ ചുരുങ്ങിയ വിലക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ മുഴുവൻ ഉപഭോക്താക്കൾക്കും ചുരുങ്ങിയ വിലക്ക് തന്നെ, ഇവർ ടാക്സ് എല്ലാം ചുമത്തിയിട്ടാണ് വലിയ ഇരട്ടി വില ഈടാക്കുന്നത്, ചുരുങ്ങിയ വിലക്ക് തന്നെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ട്രംപ് നിർബന്ധിച്ചിരിക്കുകയാണ്, ഒരു തരത്തിലും അവിടെ നിന്ന് വാങ്ങാൻ പാടില്ല. ഇപ്പോൾ അവർ പിടിച്ചെടുത്ത പ്രദേശം പോലെ കൈകാര്യം ചെയ്യുകയാണ് വെനസ്വേലൻ എണ്ണ. അതുകൊണ്ട് അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും മാത്രമേ എണ്ണ വാങ്ങാൻ പാടുള്ളൂ എന്ന വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തെ തുടർന്ന് ഇപ്പോൾ ട്രംപ് പറയുന്നത് മോഡി ഗവൺമെൻറ് അത് സമ്മതിച്ചിരിക്കുന്നു എന്നാണ്.